ഹായ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷേ ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പെരുന്നാളിൻ്റെ തലേദിവസമാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തേട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് ഒരാൾ ഇവിടെ ഇതേ സീരിയസ് ആയിട്ട് ഫോൺ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെയാന്ന് നമുക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട്സായിട്ടുള്ള വ്ളോഗ് നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. കുറേ നാൾ കൂടി എല്ലാവരും കൂടി കൂടണയാണ്. അതിൽ രണ്ടുപേരും മിസ്സിങ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് കുറച്ച് അവരുണ്ടാവില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി അപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാറായി കാണും. ഇവൻ ആരെ വിളിക്കണേന്ന് ഇവൻ തന്നെ അറിയാൻ പാടില്ല. ഹലോ ഹലോ, ആരാന്ന് ചോദിച്ചേ? ഹലോ. ആ, ഫോൺ നിലത്തിട്ടു. ഞാൻ കുറച്ച് പുട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇബ കോസ്മെറ്റിക്സിൻ്റെ ആണ്. ആൻഡ് ലിപ് ഗ്ലോസും ഇട്ടിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട്. മീഷോ. ഓക്കെ ഓക്കെ. കോസ്റ്റ്യൂമാ പിന്നെ അറിയാൻ പാടില്ല മിണ്ടാതി. പിന്നെ ഞാൻ ചെറുതായിട്ട് ഐ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോസ്റ്റ് തന്ന ആൾക്കാരെത്തിയിട്ടുണ്ട്. മിസ്റ്റർ ജുറു. കളിപ്പിക്കും. ശബ്ദം കേൾക്കാം. ഞങ്ങളുടെ ചൂറും അങ്ങനെയല്ല. പുതിയ പിള്ളേരാണ് രണ്ടെണ്ണം. ഞങ്ങളുടെ പിള്ളേര്. അതെ. ജുറു മൃണാളുടെ പോയാലോ? ജുറുക്കും മൃണാളിന്റെ ലൊക്കേഷൻ അറിയാൻ പാടില്ല. എടാ മൃണാൾ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. ജുറുടെ ഗോഡ് ഫാദറാ. ഇവൻ ബിരിയാണി ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാ. ഏതോ വീഡിയോ മുക്കില് ഇരിപ്പുണ്ടായിരുന്നു. എന്ത് പറ്റിയാവെന്നറിയില്ല. മാറ്റാറായില്ല. ഇതാണ് കുസാറ്റിലുള്ള ഡെസ്കുപ്പയുടെ ഓണർ. ഇതാണ് ബാംഗ്ലൂർ. ഇവര് മാത്രമല്ല ഇപ്പൊ ബാച്ചിലേഴ്സ് ആയിട്ട്. ഇവര് ബാച്ചിലേഴ്സ് ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നടക്കണ. ഞാൻ ബാക്കിലേക്ക് വരട്ടെ. താത്ത രണ്ടു വാക്ക്. ഇപ്പൊ ഒന്നും പറയില്ല. കുറച്ചൊക്കെ ഇപ്പൊ എനിക്ക് ഷവർമ്മ വേണ്ടേ. നോമ്പൊടിക്കാൻ കാരണം എന്താ പറഞ്ഞേ? ഇസ്ലാമിയത്തുള്ള ഞങ്ങളുടെ എന്താ പറയാ? താത്ത തലക്കുളി വല്ലെന്ന് പറയാ. വീട്ടിൽ പോയി പട്ടണിയാണ് പറഞ്ഞ. താത്ത ഗ്രാൻഡായത്തിൽ വെച്ചാണോ? ഞങ്ങക്ക് റൂം കൂടി എടുത്തോ കേട്ടോ. ലെഫ്റ്റോട്ട് അവിടെ മുട്ട നോക്കണ്ട. ജുറുവാണോ? ജുറു മുട്ട കുത്തും, ഇടക്ക് കാലൊടി കുറുക്കാൻ താക്കും, എല്ലാം ഉണ്ട്. ആരത്? എന്ത് വലിയ ആളായിട്ട് കേറിക്കണ. എന്താണ് ചൈനീസ് ആണ് എല്ലാവർക്കും. ഗ്രാൻഡ് എൻട്രി എങ്ങനെ, ഏത് യൂട്ടേൺ ആണ് എങ്ങനെയാന്നൊക്കെ. ജുറു കണ്ണടച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ജുറുടെ എന്ത് ക്യാബ്. ജുറുടെ ആളിപ്പോ വരും. ജുറു ഇവിടെ ചാറ് ഫ്രീ ഉണ്ടാ നിനക്ക്?
ഇറങ്ങുന്ന ആൾക്കാരുണ്ട് ഇത്രയും പേരുണ്ട് അത്. ഇത് ഇവിടെ അല്ല, മറ്റേ മലപ്പുറത്താണ്. കട ജുറു ഏറ്റവും പ്രീമിയം സീറ്റ് ഇതാണോ? എന്താടാ ജി അല്ലാണ്ട് പിന്നെ ആരൊക്കെ അറിയണം? ഞാൻ പിടിക്കാം. വേണ്ട. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ട്. മമ്മൂസിനെ ഏത് സ്കൂളിലാണ് ജുറു പണ്ട് പറയുന്നത്? ജമാഅത്ത് സ്കൂൾ. ഇന്ന് സ്കൂള് നേരത്തെ തുടങ്ങും. ജുറു സ്കൂളിലാളാ. എത്ര മാസം അഫ്സല്? എന്താ വേണ്ടേ? ഒന്നും വേണ്ട. എടുക്കല്ലേ പറയാം. അത് മമ്മു മമ്മു അത് ഞാൻ പിടിച്ചോളാം. ചിക്കൻ ഗ്രേവി ഉണ്ടേ? വായിച്ചു പിടിക്കുന്നത് വേണ്ട, ഒരു മീഡിയം ഗ്രേവി പ്രീമിയം എന്താണ്ട് ഏറ്റവും വില കൂടി രണ്ടെണ്ണം പറഞ്ഞാൽ വേണ്ട പയ്യ. ഇല്ല, രാത്രിയൊക്കെ തരുന്നുണ്ട്. വീട്ടിൽ നിന്ന് സ്ഥലം നമുക്ക് അറിയാൻ പാടില്ല. വീട്ടിൽ നിന്ന് 7 മിനിറ്റ് ഉള്ളൂ. നമ്മളിവിടെ പോയില്ല ഒരു പ്രാവശ്യം. ഒബ്രോ ഇനി തടണ ഒബ്രോളില് പോയില്ല. കണ്ട കണ്ട ഓണായി കണ്ട ഫുഡിനെ ഓണായി വന്നണ്ട. ഇത്ര നേരം എനിക്കും പറഞ്ഞവൻ ഇതിന്റെ ഇടയില്ല. അതെന്താ മറ്റേ അവൻ എഞ്ചിനീയറാ. ബീലബന്റെ വേറെ സൗദി അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറാ. പക്ഷേ ഒരു സൈക്കിളിന്റെ ചെയ്തെന്നാക്കാൻ പോലെ അറിയാൻ പാടില്ല. ആര് ജുറലിട്ട് കൊടുത്തത്? പിന്നെ നീ ഇട്ട് കൊടുത്ത് ഞാൻ എടുക്കും. ബാക്കി വന്ന എല്ലാ പേപ്പറും എടുത്തത്. വഞ്ചി ഉണ്ടാക്കിയ കാലം എന്താ? വഞ്ചി ഉണ്ടാക്കിയ കാലം മറന്നു ഞാൻ ഓർക്കണ്ട. ഇന്നലെ ചെറുക്കനെ ഇറങ്ങിയത് 1:30 ആയപ്പോ. ഇന്നലെ ഇതുവരെ പോയേക്കാം. സാക്കി കടി കൊടുത്തേക്കടാ. അവളങ്ങനെ നമ്പറാ അവളുടെ. സാക്കി അടവാടാ, നീ കടിച്ചോ? സാക്കി നമ്പർ കൊടുത്തേ. ഒന്ന് പേടിപ്പിച്ചേക്ക്. നിന്റെ ഒരു വഞ്ചി. വേണ്ട വേണ്ട, നിന്റെ ഒരു ഉടായ്പ വഞ്ചി. ഒരു ഓട്ടായിരിക്കും, പിന്നെ പിടിച്ചാ കിട്ടൂല. അപ്പൊ അമ്മീന്റെ ചെറുത് ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ അമ്മീന്റെ ഷെയിന്റെ ചെറുത് മടിയിലുണ്ടാവും. കല്യാണം കഴിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്ന 2 വ്യക്തികൾ. അങ്ങനെയല്ല, കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന 2 പേര്. അതെ, മുട്ടി നിൽക്കുന്ന 2 പേര്. നിങ്ങൾക്ക് നിങ്ങളെ എന്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും നല്ല ഗേൾസ് ഉണ്ടെങ്കിൽ പറയൂ, എനിക്ക് DM ചെയ്യൂ. അമീനെ പാട്ട് പാടണോ? വേണ്ട. മമ്മൂച്ചേന്ന് വിളിച്ചേ. മമ്മൂച്ചേന്ന് വിളിച്ചേ.
അവൻ പയ്യെ പറഞ്ഞു നോക്കും, ശരിയാ വേണ്ടില്ല ഉറക്കം പറയുള്ളൂ. ആ താത്താന്ന് വിളിച്ചാ മട്ടൻ മേടിച്ചു കഴിച്ചോ അന്ന് സാക്കിയ വഞ്ചി പോയി മീൻ പിടിച്ചിട്ടോ. അല്ലെ ആ മീനെടുത്ത് വിട്ടാൽ മതി. അവിടെ അവര് സാധാ പ്രീമിയമാണ്, ഈ വെള്ളമൊക്കെ കുടിക്കുള്ളൂ. അരിജൂറുവാ ഇത്ര നല്ല കിട്ടിയതിന്റെ ഭാഗ്യമാണ്. നിങ്ങളുടെ ലവ് സ്റ്റോറി പറഞ്ഞേ, ഒരു പഴം മേടിക്കാൻ പോയി. ശരി, നീ തന്നെ പറഞ്ഞത്. ശരി, ഒരു ലവ് സ്റ്റോറി എന്ന് പറഞ്ഞേ. ഒരു ലവ് സ്റ്റോറി. വെള്ളമൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ടിംഗ് ലവ് സ്റ്റോറി. നല്ല വേദനയാണ്. അതെ ചേർന്ന് ഇതാക്കപ്പാ വാടാ. അതാ പറഞ്ഞ കുറച്ചു നേരം പുറത്തോട്ട് കൊണ്ടുപോകും. നമ്മുടെ ജൂറുടെ താത്താടെ ലവ് സ്റ്റോറി പറയാൻ പോയത്. നമ്മുടെ ഷെയ്നാണ് ഞാൻ പോണ. ആരോ വിളിച്ചോ? ചെക്ക്. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് സ്റ്റോറി പോണത് ഇങ്ങനെ അനമോട് ഇങ്ങനെയാണ്. താത്ത പെണ്ണ് ട്രോഫി ചെക്കനെ കാണാൻ പോണേണ്. അപ്പൊ ദുറുവിനെ മറ്റേ കണക്ക് വിലയിരുത്താൻ പോണേണ് താത്ത ഫസ്റ്റ് തന്നെ. പയ്യൻ എങ്ങനെയുണ്ട്, ഓണാണോന്ന് അറിയാൻ വേണ്ടി താത്ത പോണേണ്. അപ്പൊ താത്ത പോയിട്ട് ഫസ്റ്റ് തന്നെ എന്താണ് ചേട്ടാ ഒരു പഴം അല്ല താത്ത മറ്റേ ആ പർദ്ദക്കിട്ട് പോകുന്നത്. അപ്പൊ തന്നെ അല്ല ജൂറുടെ മറ്റേ സ്റ്റാർട്ടിങ് പറ. അപ്പൊ മറ്റേ അത് പറയാ ചെക്കന് പെണ്ണാണ പോണ തലേദിവസം പനി. അപ്പൊ ഞാനും അത് ഞാനും ആശുവും കൂടി ഇവനെ കാണാൻ വേണ്ടി കടയിൽ പോയപ്പോ കടയിൽ ആളില്ല. വയ്യ പനിയാണ്. അപ്പൊ ചോദിച്ചു എന്തൊരു പനിയാ, അതിന് 9 ദിവസം കണ്ടുള്ളല്ലോ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ മറ്റേ പെണ്ണാണ പോണ പരിപാടി ഉണ്ട്, അതിന്റെ ഞങ്ങളങ്ങനെ ജുറുടെ ചെല്ലുമ്പോ ജുറു പനിയൊക്കെ പിടിച്ച് വീട്ടിൽ കിടക്കണേ. ചോദിച്ചപ്പോ എന്താണ് പേടിയാണെന്ന് പെണ്ണാണാൻ പോകാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയി പെണ്ണെ കണ്ട് 2ാമത്തെ ദിവസം താത്ത കടയിൽ തന്നെയാണ് ചെക്കൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട്. വന്ന പാടെ ചോദിക്കണേ താത്ത എന്താ വേണ്ടേന്ന്. അവളാണെങ്കിൽ അതിലും വലുത് 1 കിലോ പഴമൊന്ന് ഏത്തപ്പഴം മേടിച്ചിട്ട് വന്നിട്ട് പോയി. ആ എന്തല്ലേ എന്താണല്ലേ 1 കിലോ പഴം പഴം ചോദിച്ചു മേടിച്ചു. അതിന് പഴത്തിന്റെ റിസൾട്ട് താഴ്ത്തിരിപ്പുണ്ട്. എടാ മറ്റേ പഴം ചോദിച്ചപ്പോ റിപ്ലൈ എന്തായിരുന്നു? റിപ്ലൈ ഇത്ത എന്താ വേണ്ടേന്ന് അത് അവിടെ അവൾ കറക്റ്റ് പറഞ്ഞില്ല. അവള് പറഞ്ഞു അവൾക്ക് എന്താ റെഡി താത്ത എന്ത് കിളവി ജൂറു അപ്പൊ തന്നെ താത്താന്ന് വിളിച്ചു. താത്താന്ന് വിളിച്ചു. അതേ പിന്നെ സീനാണ് എല്ലാരും താത്താന്നാ വിളിക്കാറ്. അതേ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള താത്തയാണ് ലക്ഷറി താത്ത. ഇവളുടെ ഒരു നേരത്തെ ലഞ്ചിന് തന്നെ വേണം 700 രൂപ. സ്റ്റാർ നിങ്ങളാണ് ചീഫ് ഗസ്റ്റ്. പോസ്റ്റ് ഒന്നും ആരാ അതാ പെണ്ണ് കാണാൻ പോയപ്പോൾ ആ ഒരു ഇത് പറഞ്ഞു ജൂറുടെ റിയാക്ഷൻ ഒന്ന് പറ പ്ലീസ്. ഒന്ന് പറ പ്ലീസ്. കറണ്ട് വന്നു ഗൈസ്. സാക്കി ഞമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഷാരു ഒന്നും കൊടുക്കള്ള. ഞാനത് മനസ്സിലാക്കാം. നീ എന്താടാ നിനക്കെന്താ ചോദിക്കാൻ പാടില്ലേ? എക്സ്ക്യൂസ് മീ
ഇല്ല പേസ്ട്രി ഉണ്ടാവും നല്ലത്. അവിടെ വെട്ടിയൊക്കെ ഉണ്ടാവും. ഇല്ല പേസ്ട്രി ഉണ്ടാവും. ജുറു ട്രെയിനിങ് എടുത്തോ? മൈക്ക് ഇവിടെ വെച്ചേക്ക് ആർക്ക്? ബാഗിലൊക്കെ. അതിനാ അടിക്കണ്ടല്ലോ. ഔട്ടായി. ഇവിടെ സ്ഥലം ഉണ്ടോ? പിന്നെ താഴെ ഇരുന്നോടാ. നിങ്ങൾ ബാക്ക് സിംഗിൾസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ അല്ലേ? പനിയാ ജുറു? നീ ആദ്യം വീട്ടിൽ കിടന്ന് ഓർഡർ ചോർത്തേക്ക് എടുക്ക്. അതെ, എന്നിട്ട് ഞാൻ അർബനയുടെ കഥയൊക്കെ പറ കേട്ടാ. ഒരു സൈഡിൽ പാപ്പാടെ മൂക്കേറ്, മറ്റേ സൈഡിൽ താത്താടെ ചങ്ങല പിടിമൂർ കണ്ണിന് കുറയണുള്ളൂ കൂടുതൽ. അറിയാണ്ട് പഴം കൊടുത്തു പോയതാ. ഇപ്പൊ പഴം തിന്നാൻ പറ്റാത്ത അവസ്ഥ ജുറുക്ക്. ജുറു നേരെ തന്നെ വെക്കും, നേരെ തന്നെ വെക്കും. ഇല്ലാണ്ടായി പോയി. നീ ചങ്ങലൊക്കെ പിടിച്ച് അങ്ങനെ വരുന്നില്ല. ടൈറ്റായി പോവും. മൂക്കേറിടും. നിനക്ക് അയിനി കീനി എന്ന് പറയുന്നത് അറബി ക്ലാസ്സാ. യൂട്യൂബിൽ ഇട്ടത്. പാവം പയ്യനിരിക്കണ നോക്കി. എങ്ങനെ നടന്ന പയ്യനാ? രാവിലെ 6 മണിക്ക് അടിക്കാം. അമീന്റെ വീട്ടിലൊരു മദ്രസയിൽ പോലുള്ള അമീനെ എന്തെങ്കിലും ഉണ്ടോ? നീ പിന്നെ എന്നെ ഒന്ന് വിളിക്കും. പക്ഷെ ഇവര് പോസ്റ്റ് സുഖമാണ്. ജുറു മദ്രസയിൽ +2 വരെ പഠിച്ചിട്ടുണ്ട്. അമീൻ മൊത്തം ഒരു 300 ദിവസം ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും അല്ലേ? മൊത്തത്തില് 300 ദിവസം പോയിണ്ടാവില്ല. ജനിച്ചപ്പോ 300 ദിവസം പോയിട്ടുണ്ടാവില്ലേ? അമ്മ പുഴയുടെ പൈതലായി അന്നൊഴുകി. ജാഗ്രി പൗഡർ കോഫിയാണ്. കോഫി ഫസ്റ്റ് വേണ്ടേ അമീനെ? എന്താ പറയണ്ട? സ്മൂത്തീസ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്മൂത്തീസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്, ഷേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂബെറി സ്മൂത്തി ഉണ്ട്, വാനില, ഐറിഷ് ലാറ്റെ വരുമ്പോൾ ഫ്ലേവർഡ് കോഫി ആയിരിക്കും. ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് വില കൂടിയിട്ടുണ്ട്. ഐസ്ക്രീം നല്ല പിടിച്ച് പിച്ചറോക്കി ഐസായിട്ട് പിച്ചറോക്കി കേറുള്ളി തൊടേ വിട്ടതാ. വയറുണ്ട മോനെ, ഇതാണ് വയറ്. ദൂരം മറ്റേ സാധനം കൊടുക്കും. സെക്കൻഡ് ബേബി ലോഡ് സെക്കൻഡ് ജുറൂസ് ബേബി ഷവർ. അമീന അയ്യേ ജുറു നിന്റെ കുട്ടിയുടെ അച്ഛൻ അമീന. നീ രാത്രി പറഞ്ഞു മദ്രസയിൽ പോയി ആ പാവത്തിന് താത്ത വീട്ടിൽ പോയി കഴിഞ്ഞാ പിന്നെ അതെ, താത്ത വീട്ടിൽ പോയ പിന്നെ അമീനാണ് കാത്ത്. മട്ടം കുത്തിയ കുമ്പളം മുതക്കോന്നാ മുതക്കാനെന്തറാ ഗ്യാപ്രോ പോട്ടെ ബെഡ് എടുക്കോ? പോട്ട് വിട്ടാലാ സർവേ മോനെ ഉണ്ടാതെ മാറ്റി തിരക്കൊച്ചിന് മേത്തുവല്ലേ ചൂടില്ലേ? അത് കഴിച്ചിട്ടാണ്
എടാ നിനക്ക് എങ്ങനത്തെ പെണ്ണ വേണ്ട? ഇത് നല്ല ചൂടുണ്ട്. ആ ശരി, എങ്ങനത്തെ പെണ്ണ വേണ്ട പറഞ്ഞോ. നല്ലൊരു കുട്ടി, നല്ലൊരു കുട്ടിയായിരിക്കണം. എന്നെ ഇക്ക എന്ന് വിളിക്കണം. പിന്നെ നല്ലപോലെ പാട്ട് പാടാൻ അറിയണം. രാത്രി ഉറക്കി തന്നെ അല്ലേ പാട്ട് പാടി? പാട്ട് പാടിയെന്ന് ഉറക്കി തന്നെ. ഊണൂമി അത് വേണ്ട. ആ ഉണർത്തണ്ട, ഉറക്കാനാണ് വേണ്ടത്. അവളായിരിക്കും കൂർക്കം വലിക്കാൻ പോണ. നീ കണ്ടോ? പിന്നെ നിന്നെ കൂർക്കം വലിച്ച അവല് അവല നിനക്ക് ജയിക്കടിച്ച് അവലും അവള് നിന്നെ കൂർക്കം വലിച്ചിട്ട് എന്ത് ചെയ്യും? അവള് ഓർക്കുന്നില്ല. വേണ്ട, മൈക്കൊന്നും വേണ്ട, മൈക്കൊന്നും വേണ്ട. ഇതിപ്പോ ആലോചിച്ചപ്പോ പെണ്ണു ആ എക്സ്പെക്ടേഷൻ ഒന്നുമില്ലോ. അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. നടന്നു പോകുമ്പോ ചേരണ എനിക്ക് ഒരു 500 പോകണം. മാച്ച് ആയിരിക്കണം. ആ അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ ഒരുമിച്ച് നടന്നു പോകുമ്പോ ജംഗ്ഷനിൽ അത് പറയരുത്, അത് ശരിയാ. അത്രയൊന്നും വേണ്ട. ആരും പറയരുത്. പിന്നെ ഇമാനോളി പറഞ്ഞാൽ ഇമാനോളി ചെറിയ ഇബ്ലീസ് ആയിരിക്കണം. പിന്നെ പിന്നെന്താണ്? എല്ലാം വേണം. കിടക്കണം, പറത്തിടണം. അത്രയൊന്നും വേണ്ട, പർദ്ദയൊന്നും വേണ്ട. അതെ, ലെഗിൻസ് അകത്തിട്ടോ. ലെഗിൻസ് അകത്തിട്ടോ. അകത്തിരുന്ന് ഷഡ്ഡിയല്ല. അല്ല, ഈ പർദ്ദേന്റെ അകത്ത് ലെഗിൻസാ, വേറെ എന്താന്ന് വെച്ചിട്ടു. അതിനിപ്പോ എന്താ? പെണ്ണ് റെഡി ആവട്ടെ, അങ്ങനെ പറയല്ലേ. നിനക്ക് തറസി പോറതല്ല. എന്നാ അലക്കിയ പുറത്ത് അലക്കിയ പുറത്തിടോ? നസീബ് എന്തായാലും ഇവിടുന്ന് പുറത്തിടോ. അത് എനിക്ക് എന്റെ മോണിറ്റൈസേഷൻ ആവുമ്പോ എല്ലാവർക്കും ചെലവുണ്ട്. ആ ഞാൻ ബാംഗ്ലൂരിന്ന് ചെലവിനോട്ട് മാത്രം വരും. അതെ, സിൽവർ പ്ലേ ബട്ടൺ കിട്ടുമ്പോ വേറെ ചെലവ്, ഗോൾഡൻ കിട്ടുമ്പോ വേറെ ചെലവ്. ഇപ്പൊ ഒന്നും കിട്ടണ അതിന്റെ ചെലവുള്ളൂ. താത്താടല്ലോ മമ്മൂനെ കിട്ടിയല്ല. ഇങ്ങനത്തെ പെണ്ണൊക്കെ जिंदगी में नहीं ऐसे ऐसा वाला लड़की. अच्छा क्या भाई अमीन भाई बोलो. मेरे जिंदगी में ऐसा वाला लड़की नहीं. क्यों वाला? തൊട്ടപ്പുറത്ത് വേറെ ഉണ്ടോ? അങ്ങോട്ട് പോവാ. വേണ്ട അതങ്ങനെയാണത് കാര്യം. ഏതാണോ എന്താ വേണ്ടേ? ആരുമില്ല, താത്താറ് ഉണ്ടായിക്കോ, ചാടിക്കോ. പ്രീമിയം വേണം കുറച്ച്. സോഫ്റ്റീസാ അത് വേണ്ടേ? വേഫിളും സെയിം അല്ല വേഫിൾസ് വാനില ബട്ടർസ്കോച്ച് എന്താണ്? വാനില താത്ത ഇച്ചിരി പ്രീമിയം വേറെന്ത്? വേറൊന്നുമില്ല. 2 ബട്ടർസ്കോച്ച്. കാണാതെ കടിച്ചു അഞ്ചാമത്തെ കുറച്ചധികം വെച്ചോട്ടെ.
നാണൂല എനിക്കറിയാം നാണൂല താങ്ക് യു. നോക്കട്ടെ. തിന്നാൻ സമ്മതിക്കില്ലേ? പാല് കൊടുക്കുന്നു കരയുന്നു. മമ്മി ക്ഷണിച്ച് ഐസ്ക്രീം കണ്ടപ്പോൾ മമ്മി ക്ഷണിച്ച് നിന്റെ ഇരിപ്പുണ്ട് കൊറേ നേരം ഇരിക്കണ തൂത്താള നിന്റെ കൊള്ളാം ചേ രസമുണ്ട്. ബട്ടർ സ്കോച്ച് കൊള്ളാം. എന്തെങ്കിലും ടോപ്പിക് ഇട്ട് അറിയാനും വേണ്ട കണ്ടന്റ് നല്ല ഐസ്ക്രീം അത് ഒലിക്കുന്നു. ഇതെല്ലാം മിസ് ചെയ്തു. ഓരോരുത്തരും ഇഷ്ടമാണ്. നിന്റെ ഇഷ്ടത്തില് നീ ബേബി ഉണ്ടാക്കിയാണ്. നിന്റെ ഇഷ്ടത്തില് ബേബി ഉണ്ടാക്കിയാണ്. അല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. മ്യൂച്വൽ ഫണ്ടിങ് അത് മ്യൂച്വൽ ഫണ്ടിങ് എന്നാണ് പറഞ്ഞ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നല്ല ഡേ ആയിരുന്നു. സോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ.